സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തോടുകൂടി നല്ല മാതൃകായോഗ്യരായ സമസ്തയുടെ അച്ചടക്കമുള്ള പണ്ഡിതന്മാരാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി സ്ഥാപനത്തിലേക്ക് അയക്കുന്ന ഈ കുട്ടികളെ 8 വർഷം കൊണ്ട് സമസ്തയുടെ വിരോധികളാക്കി സുന്നത്ത് ജമാഅത്തിനോട് ഇല്ലാത്ത ഒരു തരം വിമുഖത കാണിക്കുന്ന ഒരു വിഭാഗമാക്കി വളർത്തിയെടുക്കാൻ എന്തുമാത്രം മാരകമാണ്. ഈ കഴിഞ്ഞ കോട്ടക്കൽ ചേർന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലെ പ്രോഗ്രാം നോട്ടീസിൽ ഒരു വാഫിയുടെ പേരുണ്ടായിരുന്നു. ഇത് ഗൗരവല്ലേ? അന്ന് വിനീതനുൾപ്പെടെയുള്ള സംഘടനാ തലത്തിലുള്ള ഞങ്ങൾ കുറച്ച് ആളുകൾ ബന്ധപ്പെട്ടു. ദയവ് ചെയ്ത് പങ്കെടുക്കരുത്, വിഷയമാകും, പ്രശ്നമാകും, സമസ്തയെ നിങ്ങൾ രക്ഷപ്പെടണം, സമസ്തയെ കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞു. അവസാന നിമിഷം ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പ്രോഗ്രാം നോട്ടീസ് ലഭ്യമാണല്ലോ. ഇവരുടെ പോക്ക് ഈ വിധത്തിലല്ലേ? ഈ പ്രസ്ഥാനങ്ങളുമായുള്ള അകൽച്ച അവർക്ക് പ്രശ്നമേ അല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഈയിടെ 2 സംഘടനാ രംഗത്തെ ആളുകൾ മുജാഹിദ് സംസ്ഥാനത്ത് സംബന്ധിക്കാൻ ഒരു വിഷയം വന്നു. ആ വിഷയം വന്നപ്പോ സമസ്തയുടെ പ്രഖ്യാപന നിലപാട്, സമസ്തയുടെ പ്രവർത്തകരോ നേതാക്കളോ വിധായികളുടെ സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ പാടില്ല, അവരുമായി ബന്ധപ്പെടാൻ പാടില്ല, കൂട്ടുകെട്ട് പാടില്ല എന്ന് തന്നെയാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ചർച്ചയായി. കാളികാവ് PG ക്യാമ്പസിൽ ഈ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ വിദ്യാർത്ഥികളുടെ അസംബ്ലി വിളിച്ചു ചേർത്തിട്ട് ഈ വിഷയം ഭംഗിയായി അവതരിപ്പിച്ചു. എന്താണ് അവതരിപ്പിക്കുന്നതെന്നോ? സമസ്ത കേരള ജംഇയ്യത്തുടെ തീരുമാനത്തിന് നേരെ ഘടകവിരുദ്ധമായ തീരുമാനം. മുജാഹിദുകളുമായി കൂട്ടുകൂടുന്നതിൽ തെറ്റില്ല, അവർ സമ്മേളനത്തിൽ പോകുന്നതിൽ തെറ്റില്ല. ഈ രാജ്യത്തെ പ്രത്യേക സ്ഥിതിവിശേഷം നമ്മൾ കണക്കിലാക്കണം. അങ്ങനത്തെ ഭിന്നത വളർത്തുകയല്ല നമ്മൾ വേണ്ടത്, പരസ്പരം സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് വിശദമായി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് സംശയം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദ് പരിപാടിയിൽ പങ്കെടുക്കുന്ന എതിർത്തുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. സ്റ്റേജിൽ നിന്ന് ഒരു ഉസ്താദ് എഴുന്നേറ്റ് കൊടുത്ത് പറഞ്ഞ മറുപടി എന്താണോ? അതിന് ഇപ്പോഴത്തെ സമസ്ത, ആ സമസ്തയിൽ ഏപ്പിക്ക് വായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് അതിന് പിന്നില്ലെന്ന്. ഈ സമസ്തയെ കൊച്ചാക്കി കാണിച്ചുകൊണ്ട് സമസ്ത പ്രഖ്യാപിതമായ നിലപാട് ബിദ്അത്തുകാരുടെ സമീപനത്തെ ഒരു നിലയിലും അംഗീകരിക്കാതെ ഒരു സ്വന്തം നിലപാട് ആദർശ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവണത പ്രകടമാണ്. ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല, അവർ പോലും നിഷേധിക്കില്ല. ഇതാണ് നമ്മുടെ പിഞ്ചു മക്കളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഈ ഒരു ആശയമാണ് അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അവരുടെ ആദർശ രംഗത്തെ പ്രശ്നങ്ങൾ എണ്ണിയാലൊടുങ്ങില്ല. ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം, ഒരു സംസ്കാരവുമില്ലാത്ത, ഒരു വിഭാഗത്തിനും എവിടെയും ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഒരു തരം സംസ്കാരമാണ് ഇവർ ഈ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ തെറിയും ആഭാസങ്ങളും പരിഹാസങ്ങളുമാണ് ഇവർ എഴുതി നടക്കുന്നത്. തിരക്കടില്ല ഇത് വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ കേവലം വാഫികളാണെങ്കിൽ, മറിച്ച് ഉത്തരവാദപ്പെട്ട ഈ സ്ഥാപനങ്ങളുടെ ഇദ്ദേഹത്തിന്റെ വലങ്കയും മെടങ്കയുമായി നിൽക്കുന്ന പ്രമുഖരായ ഉസ്താദുമാർ, അധ്യാപകന്മാരാണ് പച്ചയായി സമസ്ത കേരള ജംഇയ്യത്തുടെ സമുന്നതരായ നേതാക്കന്മാരെ തെറി പറഞ്ഞുകൊണ്ട് നിരന്തരം ഇന്നലെ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം 2 ദിവസമല്ല. ഒരു വാചകം ഞാൻ വായിക്കട്ടെ, പ്രയാസമുണ്ട്. ഞാൻ ഉസ്താദ്മാരെ പേര് സമസ്തന്റെ ഉസ്താദ്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്തരം ആളുകളെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണം. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവരെ നാവ് കൊണ്ട് പറയുന്നത്, ഇവരെ പേന കൊണ്ട് പേര് വെച്ചെഴുതിയ വാചകമാണ് ഞാൻ പറയുന്നത്. വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന്. മാത്രമാണോ, അഭിവന്ദനായ നമ്മുടെ ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാരെ കുറിച്ച് നിങ്ങൾക്കറിയാം. കേരളത്തിൽ കർമ്മശാസ്ത്രപരമായ മതവിധികൾ ലഭ്യമാകണമെങ്കിൽ, ആധികാരികമായി വസ്തുനിഷ്ഠമായി ഒരു ഫത്വ നൽകണമെങ്കിൽ കഴിവുള്ള ഏറ്റവും യോഗ്യനായ കേരളത്തിലെ മഹാപണ്ഡിതനാണ് മഹാനായ MT ഉസ്താദ്. ആ MT ഉസ്താദിനെ കുറിച്ച് ഇവരെ കോളേജിലെ ഉത്തരവാദപ്പെട്ട ഉസ്താദ് എന്താണ് എഴുതിയതെന്നോ? ഇംഗ്ലീഷിൽ MT എന്നാണ് എഴുതിയത്. ശൂന്യനാണ്, ഒന്നും ഉള്ളിലില്ല. പച്ചയിൽ ഉസ്താദ്മാരാണ് എഴുതുന്നത്. ശിഷ്യന്മാരെ കാര്യം ചിന്തിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്ത് സമസ്തക്കെതിരെ, സമസ്തയുടെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ അനന്തരഫലമായി എത്ര ഗൗരവതരമായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഈ ഒരു വിഭാഗം മക്കൾ, ഞാൻ എല്ലാ വാഫികളെയും പറയുന്നില്ല, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്ത നേതാക്കളെ സ്നേഹിക്കുന്ന, സമസ്തയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം വാഫികളുണ്ട്. അതേസമയം അവർ ഉറച്ചു നിന്ന് ആദർശത്തിൽ അവരുടെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ചു നിന്ന് പോരാടിയ ആളുകളാണ്.
പക്ഷെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ വിധത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് അവരുടെ വിഷം അവരുടെ മനസ്സിൽ കുത്തിച്ചെലുത്തി സമസ്ത വിരോധികളായി. സ്വന്തം പിതാവ് സമസ്തയുടെ പണ്ഡിതനാണെങ്കിൽ എന്റെ പിതാവെ നിങ്ങളെ കൂടെ ഞാനില്ല, ഞാൻ ഇതിന്റെ കൂടെയാണെന്ന് പച്ചയായി പറയുന്ന, അതിന്റെ പേരിൽ വേദനിക്കുന്ന എത്ര പിതാക്കന്മാർ ഈ നാട്ടിൽ നിങ്ങൾക്കറിയുമോ? എവിടെ നിന്നാണ് ഇവർ സംസ്കാരം പഠിച്ചത്? ഇതാണോ പരിശുദ്ധ ദീൻ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ബഹുമാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയത്തങ്ങളായിരുന്നു ഒരു അഡ്വൈസറി ബോർഡിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പർ. അതവർ നീക്കം ചെയ്തു. അതിന്റെ പശ്ചാത്തലം പറഞ്ഞു. നീക്കം ചെയ്തപ്പോൾ വിവാദമായി, വലിയ പ്രശ്നമായി. പ്രസിഡന്റ് എന്ന പദവിയിലുള്ള ആള് വേണ്ട, മുഷാവറിൽപ്പെട്ട ഒരാൾ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോ ഈ വിവാദം കെട്ടടങ്ങാൻ വേണ്ടി അവർ തീരുമാനമെടുത്തു, ഒരു വട്ടം കൂടി തങ്ങളെ വീണ്ടും പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ തന്നെ ആ സ്ഥാനത്തിരുത്തുക, ബാക്കി പിന്നെ നമുക്ക് നോക്കാനാക്കി. അവരെഴുതിയ വാചകം ഞാൻ നിങ്ങളെ എഴുതി അറിയിച്ച വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ പ്രശ്നം വിവാദം പരിഹരിക്കാൻ വേണ്ടി 27/6/22 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു കൈമാറിയ കത്തിൽ പറയുന്നത്, സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ നടപ്പ് ഊഴം കഴിഞ്ഞ് തുടർന്നും നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു ഊഴം കൂടി തരാം ഉസ്താദ് ഞങ്ങൾക്ക്, പിന്നെ ഞങ്ങൾ വേറെ ആൾക്കാരെടുത്തോണ്ട്. ഇത് പരിഹാസമല്ലേ? ഇത് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരെ പുച്ഛിക്കലല്ലേ? ഈ തരത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഈ പ്രവണത അതീവ ഗുരുതരമായ നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഇനിയും കണ്ടെത്താൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. പ്രശ്നത്തിന്റെ ഗൗരവം ഈ പണ്ഡിതന്മാരെ അവമതിച്ചുകൊണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അവമതിച്ചുകൊണ്ട്, അവരെ പുച്ഛിച്ചുകൊണ്ട്, ആദ്യമൊക്കെ സ്വകാര്യമായിട്ട് ക്ലാസ്സുകളിലാണ് പറഞ്ഞിരുന്നത്. ഇന്നത് പരസ്യമായിട്ട് വാർത്താ സമ്മേളനങ്ങളിലൂടെ നന്നായി നമ്മുടെ നേതൃത്വത്തെയും ഉസ്താദുമാരെയും അവമതിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. ഇങ്ങനെ അവമതിച്ചു പോകുന്ന സാഹചര്യം നമ്മൾ അനുവദിച്ചാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതീവ ഗൗരവതരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ കുറിച്ച് അവമതിപ്പ് സമൂഹത്തിലുണ്ടാക്കിയാൽ അവർ നൽകുന്ന ഫത്വകൾ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അതിനോട് ജനങ്ങൾക്ക് അവമതിപ്പ് വന്നാൽ പരിശുദ്ധ ശരീഅത്തിനാണ് അപകടം വരുന്നത്. പരിശുദ്ധമായ ശരീഅത്തിന് അപകടം വരുന്ന അതിഗുരുതരമായ പ്രവണതയാണ് ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിച്ചിരിക്കുന്നത്? പരിശുദ്ധ ദീനിനെയും ദീനി പണ്ഡിതന്മാരെയുമാണ് നിങ്ങൾ പരിഹസിച്ചിരിക്കുന്നത്. ലാ തഅ്തദിറു, ഒരു ഉപാധിയും പറയേണ്ടതില്ല, ഒരു ഇടവും പറയേണ്ടതില്ല. ഇത് അപകടകരമായ പ്രവണതയാണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പരിശുദ്ധ ദീൻ കൈകാര്യം ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലിനെ, തത്തുല്യരായ ആളുകളെ, മുസ്ലിം നേതൃത്വത്തെ, പണ്ഡിതന്മാരെ അവമതിക്കുന്നത് ശരീഅത്തിന് അപകടം വരുത്തും. ശരീഅത്തിന് അപകടം വന്ന ഈ പരിക്ക് ആർക്കാണ് പിൻവലിക്കാൻ സാധിക്കുക? പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഇവർ നീ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വൈകൃതങ്ങൾ നമുക്കിവിടെ ഉദ്ധരിക്കാൻ കഴിയില്ല. നമ്മൾ ഉസ്താദുമാരും പൊതു സദസ്സും കേൾക്കും, ഉദ്ധരിക്കുന്നില്ല. അതിനികൃഷ്ടമായ ഒരു സാമാന്യമായി മതപരമായ അറിവില്ലാത്ത ഏതൊരാളും പറയാനും ഉദ്ധരിക്കാനും എഴുതാനും തയ്യാറാകാൻ സാധിക്കാത്ത അതീവ നികൃഷ്ടമായ ശൈലിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുണ്ടല്ലോ, ഈ പ്രസംഗങ്ങളുണ്ടല്ലോ. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഇത് ഏത് കാലമാണ് എന്ന് പിൻവലിക്കപ്പെടാം? അത് പിൻവലിക്കപ്പെടുമല്ലോ, അവിടെ പതിഞ്ഞു കിടക്കുമല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചൂണ്ടിച്ചു കാണിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ ഒരു കുറ്റാരോപണം നമ്മൾ പണ്ഡിതന്മാർക്കെതിരെ നടത്തിയാൽ, അങ്ങനത്തെ ഒരു തെറ്റ് നമ്മൾ നടത്തിയാൽ, ഒരാൾ മരിച്ചുപോയിട്ടും 100-200 കൊല്ലമൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള തെറ്റും കുറ്റമാണ് ഈ പറയുന്നതെങ്കിൽ വലിയ കഷ്ടമാണ് ഭാവി എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഞാൻ ആ വിഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അതേസമയം മരിക്കുന്നതോടുകൂടി അയാളെ ദോഷം കഴിഞ്ഞു പോയാൽ രക്ഷപ്പെട്ടു എന്ന്. ഇന്നത്തെ സാഹചര്യം നിങ്ങൾ നോക്ക്. ഇവർ ഈ പറയുന്ന പ്രസംഗം യൂട്യൂബിൽ, ഇവർ എഴുതിയ വൈകൃതങ്ങൾ FB-യിൽ വളരെ കൃത്യമായി എത്ര കാലം നിൽക്കും? നൂറ്റാണ്ടുകളോളാണോ? അല്ല 1000 വർഷമാണോ? അല്ല. എന്നാണോ ഖിയാമത്ത് നാൾ വരുന്നത്, എന്നാണോ ഈ മേഖല ഇല്ലാതെ ആകുന്നത്, അതുവരെ നിലനിൽക്കും. പിൻവലിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ തന്നെ പോവുക. അതിന്റെ ഗൗരവം നിങ്ങൾ ഓർത്തു നോക്കൂ. ഈ മനുഷ്യൻ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും, ഈ വാഫി എന്നോ മരിച്ചു പോയിട്ടുണ്ടാകും. നൂറ്റാണ്ടുകൾ അദ്ദേഹം എഴുതിയ വൈകൃതങ്ങൾ, സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരെ കുറിച്ച് എഴുതിയ എഴുത്തുകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. ആളുകൾ വായിച്ചു കൊണ്ടിരിക്കും. അയാളെ കഷ്ടം എന്തായിരിക്കും? അയാളെ കുറ്റം എന്തായിരിക്കും? മഹാനായ ഇമാം ഷാത്തുബി റഹ്മഹുല്ല പറയുന്നു, തൂബ ലിമൻ മാത
ദുനൂബുഹു. ഒരു മനുഷ്യനാണ് സകലമാന മംഗളങ്ങളും. അയാൾ മരിച്ചതോടുകൂടി അയാളെ ദോഷങ്ങൾ മരിച്ചുപോയി, അയാൾ രക്ഷപ്പെട്ടു, ബാക്കിയൊന്നും വെച്ചിട്ടില്ല. എന്നാൽ വൽ വൈലു ത്വവീലു, എല്ലാ നാശവും ലിമൻ യമൂതു വതബ്ഖാ ദുനൂബുഹു, മരിച്ചുപോയി എന്നിട്ട് അയാൾ ദോഷം നിലനിൽക്കുകയാണ്. 100 200 കൊല്ലം. അമ്മാതിരി പ്രശ്ന. അക്കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അതേസമയം ആ മനുഷ്യനുണ്ടല്ലോ 100 200 വർഷം നിലനിൽക്കുന്ന കുറ്റമാണ് അയാൾ ചെയ്തു വെച്ചത് എങ്കിൽ ഇത് 100 200 അല്ല, 2000 അല്ല, ഖിയാമത്ത് നാൾ വരെ യൂട്യൂബിൽ നിലനിൽക്കുന്ന, FB-യിൽ നിലനിൽക്കുന്ന ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളെ കുറിച്ച് കേൾക്കണേ. യുഅദ്ദബു ഫീ ഖബരിഹി, ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അവന്. വയുസ്അലു അൻഹാ ഇലാ ഇൻഖിറാലിഹാ, ആ കുറ്റത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ അവന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് മഹാനായ ഇമാം ഷാത്തുബി റഹ്മഹുല്ലാഹ് പറയുന്നു. വളരെ ഗൗരവമുള്ള കേസല്ലത്, വളരെ ഗൗരവമുള്ള കേസല്ലേ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഞാൻ അറിയാതെയാണെന്ന് സെക്രട്ടറിക്ക് പറയാൻ കഴിയില്ല. അന്ന് സെക്രട്ടറി പറഞ്ഞല്ലോ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് അൽഹംദുലില്ലാ നന്നായെന്ന് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്ന ഒരു കുട്ടി സ്റ്റാറ്റസ് ഇട്ടോ? ഒരു കുട്ടി ഇട്ടില്ലല്ലോ. സത്യത്തിൽ നേതൃത്വമാണ് പാണക്കാട് തങ്ങൾ എന്നൊക്കെ തങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തുന്ന ആളുകളാ. ഈ പുകഴ്ത്തുന്ന ആളുകളിൽ ലീഡർഷിപ്പിലുള്ള ആൾ പറഞ്ഞു, ആരും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് നന്നായി എന്ന് കത്തിടേണ്ട സ്റ്റാറ്റസ് ഉണ്ടാ ഒരു മനുഷ്യട്ടില്ലല്ലോ. എവിടെ പോയെന്ന് വാഫികളും വഫിയകളും അയാൾ പറഞ്ഞാൽ അനുസരിക്കും. ഈ വൈകൃതികൾ മുഴുവൻ എഴുതി വെക്കാൻ എല്ലാവരും സപ്പോർട്ടും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കല്ലേ. ഈ മക്കൾ എഴുതി വെക്കുന്നതിന്റെ, ശാശ്വതമായി നിലനിൽക്കുന്നതിന്റെ ഈ പറയുന്ന കുറ്റഭാരം ഖിയാമത്ത് നാൾ വരെ ലഭ്യമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നത്തിന്റെ ഗൗരവങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ, പണ്ഡിതന്മാരെ മാംസം വിഷാണ്. എന്തൊക്കെയാണ് ഈ ഉസ്താദ്മാരെ കുറിച്ച് ഇവർ പറയുന്നത്? വന്യരായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. എത്ര നികൃഷ്ടമായ ശൈലിയിലാണ് ഈ ഉസ്താദ്മാരെ കുറിച്ച്. നമ്മളൊക്കെ പോകട്ടെ, നമ്മൾ സാധാരണക്കാർ. ഈ മഹാപണ്ഡിതന്മാരെ കുറിച്ച് എത്ര നികൃഷ്ടമായ ശൈലിയിലാണ് ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളുടെ അവസാന ഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് ഭയപ്പെടണം, സൂൽ ഖാത്തിമത്ത് ഉണ്ടാകുമെന്ന് ഭയപ്പെടണമെന്ന് മഹാത്മാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരൊറ്റ സംഭവം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജ്റ വർഷം 710 ജനിച്ച മഹാപണ്ഡിതനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സുബൈദി റഹ്മഹുല്ലാഹ്. ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ധാരാളം ശിഷ്യന്മാരുണ്ട്. അദ്ദേഹം ഫഖീഹാണ്, ഖാദിയാണ്, മുഫ്തിയാണ്, മുദർരിസാണ്, എല്ലാമാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മരണം കണ്ട ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. വഖദിന്തലാ ലിസാനുഹു, മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാവ് പുറത്തേക്ക് വന്ന് തൂങ്ങിക്കിടന്നിരുന്നുവെന്ന്. പട്ടികളുടെ നാവാണ് ഇങ്ങനെ പുറത്തേക്ക് വന്ന് തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണാറുള്ളത്. ഈ മഹാനായ പണ്ഡിതന്റെ നാവ് മരിക്കുന്ന സമയത്തേക്ക് പുറത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്നുവെന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ സംഭവം, മരണം കണ്ട ദൃക്സാക്ഷികളായ ആളുകൾ കിതാബിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്നിട്ട് അതിന് കാരണം അവിടെ പറയാറുണ്ട്, കിതാബിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് അറിയുമോ? വക്കാനു യറൗന, പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. എന്താണ് അഭിപ്രായപ്പെട്ടത്? സബബു കസ്റത്തി വഖിഅത്തിഹി ഫി നവവി, തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഇമാം നവവി റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം കുറ്റം പറയാറുണ്ടായിരുന്നുവെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരായ ഇൽമിന്റെ വാഹകരെ, ഈ ദീൻ പരസ്പരം ഈ സമൂഹത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ മഹാപണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് ആഖിബത്ത് നഷ്ടമാകുന്ന ഹതഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അപകടകരമായ സാഹചര്യത്തിലാണ് ഈ മക്കളെ നമ്മൾ ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെടേണ്ട വിഷയമാണ്. മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അയച്ചാൽ നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിക്കും. നിങ്ങൾ എത്ര വാഫികൾ ചിന്തിച്ചു നോക്ക്. സ്വന്തം ഉപ്പാക്കെതിരെ, സ്വന്തം ഉമ്മാക്കെതിരെ. എന്താ പ്രശ്നം? അവർ സമസ്തന്റെ ആളുകളാണ്. ആലുവ തരീഖത്തിന്റെ അതേ ശൈലി എവിടുന്ന് കിട്ടി വികൃതമായ ഈ രൂപമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഇവരുടെ ദുഷ്പ്രചരണമാണ് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി. എന്താ പ്രശ്നം? മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് സമസ്ത നീങ്ങുന്നത് എന്ന്. നമ്മളൊരു കാര്യം പറയാം, അത്തരം പ്രചരണങ്ങളൊന്നും നടക്കുന്ന സാധ്യത നമ്മൾ കാണുന്നില്ല. ഇവർ പറയുകയാണ് അതിനു വേണ്ടി ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം ലീഗിന്റെ ആളുകൾ, ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്, പാണക്കാട് തങ്ങന്മാരാണ് എല്ലാം. ഇടയ്ക്കിടെ പ്രസംഗത്തിൽ 2ഉം 4ഉം വട്ടം പറയാം. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നാവ് ഒരു പൂച്ച കടിച്ചു കൊണ്ടുപോയി എന്നും കൂടിയും ഒരു റിവായത്തിലുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ,
ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും അവരൊക്കെ മുൻകൈയെടുത്ത് കേരളത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം കാഴ്ചവെച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വളരെ ബഹുമാനിക്കാൻ അർഹനാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഞങ്ങളൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇനി മുതൽ നമ്മൾ CH മുഹമ്മദ് കോയയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലണം. ഇതാരെ കയ്യിലെടുക്കാനാണ്? സാധാരണ സ്വഹാബികളെ പേര് കേൾക്കണം, റളിയല്ലാഹു അൻഹു ചൊല്ലണം. ആ പദവിയിലേക്ക് മൂപ്പരെ ഉയർത്തണം എന്ന് പറയുമ്പോൾ ഇവർക്ക് എത്രമാത്രം മനസ്സിലൊരു ആത്മാർത്ഥത ഉണ്ട്. ആത്മാർത്ഥത നേരത്തെ റളിയല്ലാഹു തുടങ്ങൂലേ? പക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും കാര്യബോധമുള്ള ബുദ്ധിശേഷിയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വഞ്ചിതരാകില്ല എന്ന ഉറപ്പാണ് ഇവിടെ ബഹുമാന്യരായ ഉസ്താദ്മാർ സൂചിപ്പിച്ചതുപോലെ പൂർവ്വകാലത്തെന്ന പോലെ തുടർന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുസ്ലിം ലീഗും പരസ്പരം സഹകരിച്ചുകൊണ്ടും യോജിച്ചുകൊണ്ടും ഒറ്റക്കെട്ടായും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ പരിപാടി പോലും വെച്ചത് ബഹുമാന്യരായ നേതൃത്വത്തോട് കൂടിയാലോചിച്ചാണ്. ഇതൊന്നും ഒരു ഭിന്നതയും വളർത്താൻ സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് ഈ കാര്യം സമസ്ത കേരള ജംഇയ്യത്ത് പാരമ്പര്യം നോക്കുമ്പോൾ കഴിഞ്ഞ 97 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്ത് വ്യക്തികൾക്കെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട്, പ്രസ്ഥാനങ്ങൾക്കെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇതിനേക്കാൾ വലിയ പ്രസ്ഥാനങ്ങളും വ്യക്തികളുമായിരുന്നു. അവരൊക്കെ ചവറ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘശക്തി സമസ്ത ഇത്തരം ആളുകളെയും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുക തന്നെ ചെയ്യും. സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.